രാഹുൽ ഗാന്ധി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വയനാടിന്റെ ആ ട്രാജഡിയും ഡിസാസ്റ്ററിലും നമ്മുടെ ജോർജ് കുര്യൻ സാർ അവിടെ എത്തി, പിന്നെ CM എത്തി, നമ്മുടെ LDFന്റെ എത്രയോ MLAs എത്തി, ലാസ്റ്റ് അവിടെ എത്തുന്നത് നമ്മുടെ അവിടുത്തെ MP ആയി രാഹുൽ ഗാന്ധിയാണ്. എന്നിട്ട് അത് അവിടെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് അദ്ദേഹം ഇന്നലെ രാത്രി 2 മണിക്ക് ആ വയനാടിന്റെ ക്വസ്റ്റ്യൻസും വയനാടിന്റെ അക്കൗണ്ടബിലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ഒരു പുതിയൊരു ബലൂൺ ഫ്ലോട്ട് ചെയ്യുന്നു EDനെ പറ്റി. ഞാൻ ഇന്ന് എല്ലാ അതോറിറ്റി കൊണ്ട് പറയുന്നു, ഇയാൾ ഇത് ചെയ്യുന്നത് ഈ വയനാടിന്റെ ഇഷ്യൂവിന്റെ അക്കൗണ്ടബിലിറ്റി അവിടെ UPA സർക്കാർ സമയത്ത് എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടിനെ എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തില്ല സ്റ്റേറ്റ് സർക്കാർ, UDFന്റെ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഈ 5 കൊല്ലം MP ആവുമ്പോൾ ഈ ലാൻഡ് സ്ലൈഡിന്റെ റിസ്കിനെ പറ്റി ഒരു ക്വസ്റ്റ്യനും പാർലമെന്റിൽ അദ്ദേഹം റേസ് ചെയ്തിട്ടുണ്ടോ, അതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ ജനങ്ങളുടെ വീടിനെ പ്രൊട്ടക്ട് ചെയ്യാനോ ഈ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വരുമ്പോൾ, പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ അതിന്റെ ഒരു എസ്കേപ്പ് ചെയ്യാൻ, അതിന് ഡിഫ്ലക്ട് ചെയ്യാൻ ഇന്ന് രാവിലെ 2 മണിക്ക് എണീറ്റിട്ട് ED വരുന്നു. ഇതൊരു നുണയം മാത്രമല്ല, ഒരു ഡെലിബറേറ്റ് എഫേർട്ട് ടു ഡിസ്ട്രാക്ട് ആൾക്കാർ, ജനങ്ങളെ, മീഡിയയിലെയും ജനങ്ങളെയും വയനാടിന്റെ ഈ ട്രാജഡിയിൽ നിന്നും വയനാടിന്റെ ആ ഡിസാസ്റ്ററിന്റെ അക്കൗണ്ടബിലിറ്റിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് ഓടണം എന്ന് വിചാരിക്കുന്ന ഒരു MP ആണ് രാഹുൽ ഗാന്ധി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ല, കേന്ദ്ര സഹായം നമ്മുടെ അമിത്ഷാ പറഞ്ഞ മാതിരി ഇന്ത്യ ഈസ് വിത്ത് കേരള, കേരള ഈസ് വിത്ത് ഇന്ത്യ, അതിൽ ഒരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല. ആദ്യം അവിടെ ഫസ്റ്റ് റെസ്പോണ്ടറായിട്ട് അവിടെ എത്തിയത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ മിനിസ്റ്റർ ജോർജ് കുര്യൻ, അവിടെ NDRFും അവന്റെ നമ്മുടെ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ നേവി എല്ലാം മൊബിലൈസ് ചെയ്ത് എല്ലാവിധ സഹായം നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്, കൊടുക്കും. അതിൽ പാക്കേജോ ഫൈനാൻഷ്യൽ അത് എന്ത് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് സഹായിക്കുന്നു, ഞാൻ വിശ്വാസം തരുന്നു. ഇതിൽ അതല്ല, ഇത് നമുക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു സാധനം മറക്കരുത്. ഇവിടെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതങ്ങൾ, വീടുകൾ, ഫാമിലീസ് അവരെ ഡിസ്റപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എന്താണ് കാരണം? എന്തുകൊണ്ട് 2009, 10, 11 എക്സ്പെർട്ട് കമ്മിറ്റി വന്ന റിപ്പോർട്ടിലും അന്നത്തെ UDF സർക്കാരും ഇവിടുത്തെ UPA സർക്കാരും ഒന്നും ചെയ്തില്ല? ഇതെല്ലാം ഒരു ലെജിറ്റിമേറ്റ് ക്വസ്റ്റ്യൻസ് അല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ഒരു രാഷ്ട്രീയം ഒരു പൊളിറ്റിസൈസ് ചെയ്യാനല്ല ഞാൻ നോക്കുന്നത്. ബട്ട് ഇതൊരു ട്രാജഡി ആയിട്ട് നമുക്ക് നോക്കാൻ പാടില്ല. ട്രാജഡിയാണ്, ബട്ട് ഇതില് നെഗ്ലിജൻസും ഉണ്ട്. അത് ആരുടെ നെഗ്ലിജൻസ് ആണ്, എങ്ങനെ അത് നടന്നു, ആരെയാണ് അക്കൗണ്ടബിൾ ആക്കേണ്ടത്, അത് നമുക്ക് മറക്കരുത്.